റളിയല്ലാഹു അൻഹു പറഞ്ഞു, പ്രധാനമായും 4 കാരണങ്ങൾ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഒറ്റ ആളിലും ഉണ്ടാകരുത്. ഒന്ന്, അത്തഹാവുനു ബിസ്വലാ. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും നന്നായി കേൾക്കണം. അത്തഹാവുനു ബിസ്വലാ, നിസ്കാരം ലാഘവത്തോടെ കാണുക, നിസ്കാരം പരിഗണിക്കാതിരിക്കുക. കാര്യമായിട്ടും ഒന്ന് ആളുകളിൽ വന്നു ചേരുന്ന ഒന്നാണ് നിസ്കാരമല്ല. ഒരു വിമാനയാത്ര നടത്തി നോക്കൂ നിങ്ങൾ. ആ വിമാനത്തിൽ കയറിപ്പോകുന്ന ആള് സുബഹിന്റെ മുമ്പ് തന്നെ വിമാനത്തിൽ കയറി സുബഹി വാങ്ങ് കൊടുക്കുമ്പോൾ അയാൾ വിമാനത്തിലാണ് യാത്ര ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിസ്കരിക്കണ്ടേ? നിസ്കരിക്കണം. നിസ്കരിക്കുന്നവരൊന്ന് എണ്ണി നോക്കൂ. ജിദ്ദയിലോ അല്ലെങ്കിൽ ദുബായിലൊക്കെ വിമാനം ലാൻഡ് ചെയ്യുന്നതിന് മുമ്പ് എത്ര ആൾ അവിടെ നിന്ന് നിസ്കരിച്ചിട്ടുണ്ട്? വിമാനത്തിൽ നിന്ന് തന്നെ നിസ്കരിക്കണം. ഉസ്താദേ, അതിന് ഉളുവൊക്കെ വേണ്ടേ? ഉളുവൊക്കെ എടുക്കാനുള്ള സൗകര്യമുണ്ട്. ഉളു എടുക്കുക എന്ന് പറഞ്ഞാൽ വെള്ളം നന്നായിട്ട് പുറത്തേക്ക് ഒഴിക്കാൻ പാടില്ല. വെള്ളം നന്നായിട്ട് പുറത്തേക്ക് ഒഴിക്കിയിട്ടെങ്കിൽ പിന്നെ ആ വിമാനത്തിൽ നടക്കുന്ന ആളുകളൊക്കെ വഴുതി വീഴും. അങ്ങനെ വേണ്ട. ആ ചെറിയ സൗകര്യത്തിൽ തന്നെ ഉളു എടുക്കാം. കുറഞ്ഞ വെള്ളം കൊണ്ട് ഉളു എടുത്ത് പഠിക്കണം. അവിടെ എവിടെയും ഉളു എടുക്കാം. ഒരു കുപ്പി വെള്ളം മതി ആ വിമാനത്തിൽ നിന്ന് ഉളു എടുക്കാൻ. നജസുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് കഴുകിയിട്ട്, മൂത്രയിക്കുന്നൊരു സ്ഥലം ഉണ്ടല്ലോ, അവിടെയൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് വെള്ളം ഇങ്ങനെ എടുത്തിട്ട് ഫർള് മാത്രം ഉപയോഗപ്പെടുത്തിയിട്ട് ഒന്ന് ഉളു എടുക്കുക. ഇരിക്കുന്ന അതേ ചെയറിൽ വന്നിട്ട് ഒന്ന് നിസ്കരിക്കുക. ഖിബിലൊന്നും റെഡിയാകൂല, സമയത്തിന്റെ ബഹുമാനം പാലിച്ചിട്ടാണ്. നിസ്കാരം മടക്കണോ? മടക്കി നിസ്കരിക്കണം. പക്ഷേ അപ്പൊ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് നിസ്കരിച്ചില്ല എന്നൊരു ചോദ്യവും പിന്തിച്ചതിന് കുറ്റം ഉണ്ടാകും. പേടിയാ, വിമാനത്തിൽ യാത്ര ചെയ്യാൻ പേടിയാണ്. ഞാൻ പലപ്പോഴും പറയേണ്ട ഏറ്റവും പേടിയുള്ളൊരു യാത്രയാണത്. മേലക്കൂടെ പറക്കണോണ്ടല്ല, കാരണം അധികം ആൾക്കാരും അതിൽ മുസ്ലിങ്ങളാണ് ഉണ്ടാകുക. ഏതെങ്കിലും ഒരു വക്ത് നിസ്കാരം നിർബന്ധമായ നിലക്കാർക്ക് അവർ പോകുന്നത് ഒരൊറ്റൊന്നും നിസ്കരിക്കൂല. ഏതോ 2, 3, 4 ആളുണ്ടാവും. അവരെ വർക്കത്തുണ്ടായിരിക്കും അത് അവിടെ പോയി ലാൻഡ് ചെയ്യുന്നത്. അവിടെ ലാൻഡ് ചെയ്യണവരെ പേടിയാണ്. ഇക്റും ദുആ അല്ല, വേറെ മാർഗമൊന്നുമില്ല. കാരണം അക്സറുന്നാസും അങ്ങനെയുള്ളത് സഹോദരങ്ങളെ. നിസ്കാരം പരിഗണിക്കുന്ന അവസ്ഥ വളരെ കുറവാ നമ്മുടെ സമൂഹത്തിൽ. പഠിക്കാൻ പോകുന്ന ആൺകുട്ടികൾ, പെൺകുട്ടികൾ നിസ്കാരത്തിന്റെ കാര്യത്തിൽ ജാഗരൂകരാകണം. ഉപ്പമാരോട്, ഉമ്മമാരോട് ഞാൻ എപ്പോഴും എൻ്റെ വാദങ്ങളിലൊക്കെ പറയാറുണ്ട്, പ്രായപൂർത്തിയെത്തിയ പെൺകുട്ടികൾക്ക് നിസ്കരിക്കാൻ സൗകര്യമുള്ള രൂപത്തിലാകണം നമ്മുടെ പഠനം. പഠനം വേണ്ടാന്ന് വെക്കാൻ പറ്റൂല, പഠിക്കണം അവര്. പക്ഷേ പഠിക്കാൻ നമ്മൾ അവരെ പറഞ്ഞേക്കുമ്പോ ളുഹുറും അസ്റും എന്നും ഖളാ ആയാൽ അല്ലാഹു നമുക്ക് മാപ്പ് തരുമോ? വീട്ടിലെത്തുമ്പോഴേക്ക് മിക്ക ആൾക്കാർക്കും മഗ്‌രിബും പോയി. 8 മണി 9 മണിക്ക് സ്കൂളിൽ പോകുന്ന, കോളേജിൽ പോകുന്ന ഒരു കുട്ടി ളുഹുറും ഇല്ല അസ്റും ഇല്ല അവിടുന്ന് കഴിഞ്ഞ് വാഹനത്തിൽ വന്നിറങ്ങി വീട്ടിലെത്തുമ്പോഴേക്ക് ഇശാന്റെ വാങ്ങും കൊടുത്താൽ 3 നിസ്കാരം പോയില്ലേ? ഇതൊക്കെ ഒഴിവാക്കിയിട്ട് ഖളാക്കിയിട്ടൊരു പഠനം ഉണ്ടോ? അങ്ങനെ ഒന്ന് അനുവദിച്ചിട്ടുണ്ടോ ഇസ്ലാം? അത് ഉയർന്ന തലത്തിൽ ഡിഗ്രി ആകട്ടെ, ഡിഗ്രിന്റെ മേലെ ഡിഗ്രി ആകട്ടെ, ഏത് പുണ്ണാക്കാകട്ടെ, നിസ്കാരം ഒഴിവാക്കിയിട്ടൊരു പഠനം ഉണ്ടോ? നിസ്കാരം ഒഴിവാക്കിയിട്ടൊരു തൊഴിലുണ്ടോ സഹോദരങ്ങളെ? നിസ്കാരം ഒഴിവാക്കിയിട്ടൊരു ശുശ്രൂഷ ഉണ്ടോ? ഒരു രോഗിയെ ശുശ്രൂഷിക്കുന്ന അവസ്ഥ ഉണ്ടോ? നിസ്കാരത്തിലൊക്കെ ഒരു ഒഴിവും കഴിവും അല്ലാഹു തആല നൽകുകയാണെങ്കിൽ അതിനേറ്റവും പറ്റിയ സന്ദർഭമായിരുന്നു യുദ്ധത്തിന്റെ സന്ദർഭം. അപ്പോൾ വരെ നിസ്കരിക്കണം എന്നാണ് അള്ളാഹുവിന്റെ നിർദ്ദേശം. അപ്പുറത്ത് സായുധരായ ശത്രുക്കള് ആയുധമേന്തിയിട്ട് ഇങ്ങനെ റെഡിയായി തക്കം നോക്കി നിൽക്കുമ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ നിർദ്ദേശം, ഒരു കൂട്ടരവിടെ നിർത്തിയിട്ട് മറ്റൊരു കൂട്ടരെയും കൊണ്ട് ഇവിടുന്ന് നിസ്കരിക്കണം, ജമാഅത്തായി നിസ്കരിക്കണം. നിങ്ങൾ നോക്ക്, ബദറിലേക്ക് പോകുന്ന പല സ്വഹാബത്തിനോടും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് മുറിക്കാൻ പറഞ്ഞു. നടന്നിട്ടല്ലേ എല്ലാവരും പോകുന്നത്? നടക്കാത്തൊരൊറ്റ ആളോ കൂട്ടത്തിലില്ല. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ ഊഴം വന്നപ്പോ നടന്നിട്ടുണ്ട്. ആ നടന്നു പോയിട്ട് ക്ഷീണം അനുഭവിച്ചിട്ട് നോമ്പ് ഒഴിവാക്കാൻ പറഞ്ഞു. നിസ്കാരോ ഒഴിവാക്കാൻ പറഞ്ഞില്ല. രാത്രി ഇശാ നിസ്കരിച്ച് ബദറിൽ കിടന്നുറങ്ങിയ എല്ലാവരെയും സുബ്ഹിയാകുമ്പോഴേക്ക് വിളിച്ചുണർത്തിയത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്.
എല്ലാ സ്വഹാബത്തിനെയും വിളിച്ചുണർത്തിയപ്പോൾ പല ആളുകൾക്കും നിസ്കരിക്കാൻ പറ്റാത്ത അവസ്ഥ. ശൈത്താന്റെ ചെറിയൊരു ദുർബോധനം, നിങ്ങൾ സത്യത്തിന്റെ മാർഗത്തിലല്ലേ, ഇപ്പൊ ജനാപത്തുകാരായിട്ടില്ലേ, പലരും നിസ്കരിക്കാൻ പറ്റൂലല്ലോ, ഇനി എന്ത് ചെയ്യും? അവരെ മനസ്സിൽ പടച്ചോനെ നിസ്കരിക്കണല്ലോ എന്നൊരു ചിന്ത വന്നപ്പോഴേക്ക് അള്ളാഹു നല്ല മഴ അങ്ങോട്ട് പെയ്യിപ്പിച്ചു. നോക്ക് നിങ്ങൾ, നല്ല മഴ കൊടുത്തു ബദറിൽ. ഖുർആൻ അത് വലിയ അനുഗ്രഹമായിട്ട് എണ്ണി പറയുന്നുണ്ട്. ഇത് യുഗശീകുമുന്നുആസ അമനതം മിൻഹു വയുനസ്സിലു അലൈക്കും മിനസ് സമാഇ മാഅൻ ലിയുത്ഹിറകും ബിഹി വയുദ്ഹിബ അൻകും റിജ്സ ശൈത്താൻ വലിയർബിത അലാ ഖുലൂബികും വയുസബ്ബിത ബിഹിൽ അഖ്ദാം. നിങ്ങളെ മനസ്സിന് ഈമാനികമായ ശക്തി വർദ്ധിപ്പിക്കുന്നതിന്, നിങ്ങളെ കാലുകൾക്ക് നല്ല ഉറപ്പ് കിട്ടുന്നതിന്, നിങ്ങൾക്ക് ശുചീകരണം വരുത്താൻ അള്ളാഹു നല്ല മഴ നൽകിയില്ലേ? ആ മഴ പെയ്തപ്പോഴാണല്ലോ വെള്ളം കെട്ടിയുണ്ടാക്കിയൊരു തടാകമുണ്ടാക്കിയത്. നിസ്കരിക്കണമല്ലോ എന്നൊരു ചിന്ത വന്നപ്പോഴേക്ക് ജനാപത്തുകാരായ ആളുകൾക്ക് കുളിക്കണ്ടേ സഹോദരങ്ങളെ? അന്ന് തയമ്മുമിന്റെ നിയമം ഇറങ്ങിയിട്ടില്ല. പിന്നീട് വർഷങ്ങൾക്ക് ശേഷമല്ലേ തയമ്മുമിന്റെ നിയമം ഇറങ്ങുന്നത്. തയമ്മുമിന്റെ നിയമത്തിന്റെ സമയത്തും നോക്ക് നിങ്ങൾ, സ്വഹാബത്തിന്റെ മനസ്സിൽ വന്ന പ്രയാസം, നിസ്കരിക്കണമല്ലോ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ഒരാഭരണം കാണാത്തത് കൊണ്ട് നമ്മൾ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും എത്താത്ത ഒരു സ്ഥലത്ത് തടയപ്പെട്ടു പോയല്ലോ. കയ്യിലുള്ള ആളുകളുടെ കയ്യിലുള്ള വെള്ളം കുടിക്കാൻ മാത്രമുള്ളതാണ്, ഉളു എടുക്കാൻ ആ വെള്ളം തികയൂല. നിസ്കരിക്കാൻ സമയമായല്ലോ. ചില സ്വഹാബിമാരൊക്കെ പോയിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, നിങ്ങളെ മകളെ കാരണം കൊണ്ടാണ് നമ്മളെ യാത്ര ഇവിടെ മുട്ടിപ്പോയത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്റെ മകളെ കാരണം എന്താ? കാരണം ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ഒരു ആഭരണം കാണുന്നില്ല, അത് തരാൻ വേണ്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ചു നേരം നിർത്തി വെച്ചതാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നിട്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ഊരക്കൊരു കുത്ത്. ആളുകൾക്ക് എന്തൊരു ബുദ്ധിമുട്ട്, ഉളു കൊടുക്കാൻ വെള്ളമില്ല, എടങ്ങേറായിട്ട് അഖ്റ ഹൽക്ക, നിന്നെ കൊണ്ടുണ്ടായൊരു എടങ്ങേറെന്ന് പറഞ്ഞ് ആയിഷ ബീവിന്റെ ഊരക്കൊരു കുത്തു കൊടുത്തു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വേദന ആകാഞ്ഞിട്ടല്ല, എന്റെ മടിയിലാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കിടക്കുന്നത്, അതുകൊണ്ട് അനങ്ങാതെ ഇരുന്നു ഞാൻ. കുത്ത് കിട്ടിയിട്ട് വേദന ആയിട്ടുണ്ട്, പക്ഷേ ഞാൻ ഇളകിപ്പോയാ തങ്ങൾ ഉറക്കം ഉണർന്നു പോകും, അതുകൊണ്ട് ഉറക്കം ഉണർത്തണ്ടെന്ന് കരുതി ഞാൻ അങ്ങനെ തന്നെ ഇരുന്നു. പക്ഷേ നിസ്കരിക്കണമെന്ന താല്പര്യം, വെള്ളമില്ലാത്ത വിഷമവും വന്നപ്പോ അല്ലാഹു തആല തയമ്മുമിന്റെ ആയത്തിറക്കി. സ്വഹാബത്തിന് നിസ്കരിക്കണമെന്ന ആഗ്രഹം കൊണ്ട് സഹോദരങ്ങളെ അള്ളാഹു നൽകിയ എളുപ്പം നോക്ക് നിങ്ങൾ. മറ്റൊരു ഉമ്മത്തിനും കൊടുക്കാത്ത എളുപ്പം നിസ്കരിക്കണമെന്ന മോഹം കൊണ്ട് അള്ളാഹു തയമ്മുമിന്റെ ആയത്തിറക്കി കൊടുത്തു. വെള്ളമില്ലാഞ്ഞിട്ട് വിഷമിക്കണ്ട, ഫതയമ്മമു സ്വഈദൻ ത്വയ്യിബാ, ശുദ്ധമായ മണ്ണ് ഉപയോഗിച്ച് തയമ്മും ചെയ്യുക. ആ ഒരു നിയമം വന്നപ്പോൾ എല്ലാവരും ആയിഷ ബീവിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നിങ്ങളെ കൊണ്ട് വലിയ ബറക്കത്താണ് അള്ളാഹു തന്നത്, നിങ്ങളെ കുടുംബത്തെ കൊണ്ട് വലിയ ബറക്കത്താ കിട്ടിയത്. മാഹിയ ബി അവ്വലി ബറക്കത്തിക്കും യാ ആല അബീബക്കർ, അബൂബക്കർ റളിയല്ലാഹുവിന്റെ കുടുംബമേ, നിങ്ങളെ കൊണ്ട് കിട്ടിയ ആദ്യത്തെ ബറക്കത്തല്ല, ഒരുപാട് ബറക്കത്ത് ഇസ്ലാമിന് കിട്ടിയിട്ടുണ്ട്, കൂട്ടത്തിലൊരു ബറക്കത്താണിത്. നിസ്കാരം ലാഘവത്തോടെ കാണരുത്, മരിക്കുമ്പോ ഈമാന് തെറ്റിപ്പോകും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. എന്റെ വക ഞാൻ പറഞ്ഞതല്ല, കുറെ അനുഭവങ്ങൾ ഇങ്ങനെ വിശദീകരിച്ചിട്ട് ബഹുമാനപ്പെട്ട ഇമാം സുയൂത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മരിക്കുന്ന സമയത്ത് മനുഷ്യന്റെ ഈമാൻ തെറ്റിപ്പോകുന്ന കാരണങ്ങൾ 4 എണ്ണമാണെന്ന് പറഞ്ഞിട്ട് ഒന്നാമതായിട്ട് അത്തഹാവുനു ബിസ്വലാ. ഉമ്മമാരെ, വീട്ടിലുള്ള പണികളൊക്കെ കഴിയാൻ കാത്തിരിക്കരുത് ളുഹുർ നിസ്കരിക്കാൻ. കഴിവിന്റെ പരമാവധി പണികളൊക്കെ വേഗം ചെയ്ത് ളുഹുറിന്റെ സമയമാകുമ്പോ വൃത്തിയാക്കി അലക്കി കുളിച്ചെങ്കിലേ നിസ്കരിക്കാൻ പറ്റൂന്ന് ചിന്തിക്കരുത്. വസ്ത്രത്തിൽ എന്തെങ്കിലും മ്ലേച്ഛതയുണ്ടെങ്കിൽ അതൊന്ന് മാറ്റിയിട്ടൊരു ഉളു എടുത്തിട്ട് പെട്ടെന്ന് നിസ്കരിക്കണം. നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മളെ ജോലികളൊക്കെ ചെയ്യാം. അലക്കട്ടെ എന്ന് കരുതും, അലക്കാൻ വേണ്ടി കാത്തിരിക്കും. അവിടെ ഒന്ന് വൃത്തിയാക്കട്ടെ എന്ന് കരുതും, അതും വൃത്തിയാക്കും. നല്ല കാര്യമാണ്, മോശപ്പെട്ടതല്ല.
അവിടെ കുറച്ചുകൂടി സ്ഥലം ഒന്ന് വൃത്തിയാക്കാണ്ട് അതൊന്ന് വൃത്തിയാക്കട്ടെ എന്ന് കരുതും. പെട്ടെന്ന് കുളിച്ചിട്ട് പെട്ടെന്നൊന്ന് കയറുമ്പോഴേക്ക് അസ്റിന്റെ വാങ്ക് കൊടുത്തുപോയി. നഊദു ബില്ലാഹ്, ളുഹ്ർ നിസ്കാരം മുടങ്ങിപ്പോയി. അങ്ങനൊരവസ്ഥ വരരുത്. സമയമായാൽ ഉള്ള വൃത്തിയില് നല്ലൊരു വസ്ത്രം ധരിച്ച് അംഗസ്നാനം വരുത്തിയിട്ട് നിസ്കാരം പെട്ടെന്ന് നിർവഹിക്കുക. ശേഷം ബാക്കിയുള്ള കർമ്മങ്ങളൊക്കെ പിന്നെയും ചെയ്യുക. എല്ലാം കഴിഞ്ഞിട്ട് നിസ്കരിക്കാൻ വെച്ചാൽ പലപ്പോഴും അത് മുടങ്ങിപ്പോകും. അങ്ങനെയുണ്ടാകരുത്. യാത്ര ചെയ്യുന്ന ആളുകളും നിസ്കാരത്തിന്റെ കാര്യം ഗൗനിക്കണം. യാത്ര ചെയ്യുന്ന സഹോദരിമാരും നിസ്കാരത്തിന്റെ കാര്യം ഗൗനിക്കണം. ഈ കാലഘട്ടത്തിൽ അല്ലാഹു തന്ന സൗകര്യങ്ങൾ എത്രയാണ്, നിസ്കരിക്കാൻ തന്ന സൗകര്യങ്ങൾ എത്രയാണ്. ധാരാളം സൗകര്യങ്ങൾ. യാത്രക്കാരായ സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ സൗകര്യങ്ങളുണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ട് നിസ്കരിക്കണം. നിസ്കാരത്തെ ലാഘവത്തോടെ കാണരുത്. അങ്ങനൊക്കെ നിസ്കരിച്ചാൽ മതി എന്ന് കണക്കൂട്ടരുത്. ചിലര് പറയും 15 വയസ്സൊന്നും ആയിട്ടില്ലല്ലോ പെൺകുട്ടിക്ക്, 15 വയസ്സൊക്കെ ആയിട്ട് നിസ്കാരത്തിലൊക്കെ ഇങ്ങനെ കാര്യമായിട്ട് ശ്രദ്ധിച്ചാൽ പോരെ. പ്രായപൂർത്തി അതിന്റെ മുമ്പ് എത്തിയിട്ടുണ്ട്. 15 ആകണ്ട, അതിന്റെ മുമ്പ് പ്രായപൂർത്തിയായിട്ടുണ്ട്. പ്രായപൂർത്തി എത്തുന്നതിന്റെ മുമ്പ് തന്നെ കൽപ്പിച്ചുകൊണ്ട് ശരിയാക്കേണ്ട ഒരു കാര്യമല്ലേ നിസ്കാരം. 10 വയസ്സാകുമ്പോ നിങ്ങൾ നോക്ക്, ആൺകുട്ടികൾക്ക് മിക്ക ആളുകൾക്കും പ്രായപൂർത്തി എത്തൂല. വയസ്സ് 10 ആകുമ്പോ പെൺകുട്ടികളിൽ ചിലർക്കൊക്കെ ആകും. പക്ഷേ നിസ്കാരം നിർബന്ധമായി കൽപ്പിക്കുന്ന ശാസന കുറിച്ച് കർശനമായി ചെയ്യേണ്ട ഒരു സമയമല്ലേ അത്. അവിടെ മുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നിസ്കാരം ഒഴിവാക്കരുത്. ജോലി എത്ര തിരക്ക് പിടിച്ച ജോലിയാണെങ്കിലും നിസ്കാരം അതിനിടക്ക് നിർവഹിക്കണം. അതിൽ മാറ്റം പാടില്ല. പഴയ കാലത്തെ ആളുകൾക്കൊക്കെ ഷർത്തുണ്ടായിരുന്നു. അങ്ങനെ ഹാറൂൺ റഷീദിന്റെ ഒരു മകനുണ്ടായിരുന്നു, ജോലി എടുക്കുന്ന പടവുകാരൻ, തൊഴിലാളി. ആ തൊഴിലാളിയെ ജോലിക്ക് വിളിച്ചാൽ മുപ്പര് വെക്കുന്ന ഷർത്ത് 2 എണ്ണാണ്. എന്താ 2 ഷർത്ത്? ഒന്ന്, ഞാൻ നിങ്ങളെ വീട്ടിൽ ഒന്ന് ജോലി എടുക്കുമ്പോൾ ആകെ ഒരു 1.5 ദിർഹമേ തരാവൂ കൂലി. കൂലി ആദ്യം പറയാൻ 1.5 ദിർഹം, ഏറെ തരാൻ പാടില്ല. എത്ര പണി ഏറെ എടുത്താലും കൂലി അത്രേ തരാവൂ. രണ്ടാമത്തെ ഒന്ന്, വാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ ജമാഅത്ത് കഴിയുന്ന സമയം വരെ ഫ്രീ ആക്കി തരണം. ഷർത്താണത്. കൂലിപ്പണിക്ക് പോകുന്ന, പടവ് ചെയ്തിട്ട് ജീവിക്കുന്ന ഹാറൂൺ റഷീദ് എന്ന് പറയുന്ന രാജാവിന്റെ മകന്റെ ഷർത്ത്, ഞാൻ നിങ്ങളെ വീട്ടിൽ ജോലിക്ക് വന്നാൽ വാങ്ക് വിളിച്ചാൽ ജമാഅത്തിന്റെ ടൈം കഴിയുന്നത് വരെ എനിക്ക് ഒഴിവ് തരണം. എന്തൊരു ഈമാനാ സഹോദരങ്ങളെ അത്, എന്തൊരു ഇഖ്ലാസാണത്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്തിന്റെ ആധിക്യം കൊണ്ടാണ് ആ ഷർത്ത് വെച്ചത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ ശൈലി അതല്ലേ. ഏത് സംഗതികളാണെങ്കിലും നിസ്കാരത്തിനെ പരിഗണിച്ചിട്ടല്ലേ തങ്ങൾ മുന്നോട്ട് നീങ്ങിയത്. ഒരു യാത്ര പോകുന്ന സ്വഹാബിമാരെ ഒരു സ്ഥലത്തേക്ക് പറഞ്ഞയക്കുമ്പോൾ വരെ തങ്ങൾ പറയും, നിങ്ങൾ അവിടെ എത്തിയിട്ട് ഇന്ന സ്ഥലത്തെത്തിയിട്ട് നിസ്കരിക്കണം, ഇന്ന സ്ഥലത്തെത്തിയിട്ട് നിസ്കരിക്കണം. അത് മുടങ്ങാൻ പാടില്ല. നിസ്കാരത്തെ ലാഘവത്തോടെ കണ്ടാൽ വേറെ ഏത് അമലിൽ ഉഷാറുള്ള ആളാണെങ്കിലും ഈമാൻ തെറ്റിപ്പോകും. അല്ലാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ.